കോടതിയുടെ അനുവാദമില്ലാതെ ജില്ല വിട്ടു പോകാൻ പാടില്ലെന്നും ഇതിനാൽ കോടതി ഉത്തരവാകുന്നു. വിചാരണ തീയതി ഉടൻ അറിയിക്കുന്നതാണ്. ये कौन है? मिनिस्टर यस ऐसे कैसे डर रहे हो? अरे उसे लगा कोई वो है कोई गुंडा ये पुलिस वाला ही है. अच्छा നീയായിരുന്നു നിന്നെ ഒരിക്കലും ഇങ്ങോട്ട് കടത്തി വിടരുതെന്നാണല്ലോ ഞാൻ പറഞ്ഞിരുന്നത്. കടത്തി വിട്ടില്ല, അതുകൊണ്ട് മതില് ചാടിയാ ഞാൻ വന്നത്. എന്നെ ഒന്ന് തണുക്കുന്നു. ഹലോ, സമരമെന്ന് പറഞ്ഞു കുറ്റിക്കാട്ടി നടന്നതൊന്നും എന്നെ കൊണ്ട് പറയിക്കണ്ട. അത് പറഞ്ഞപ്പോ ആർക്ക് ചൊറിഞ്ഞെന്ന്? എടോ അതൊക്കെ ഈ പി ശശിയുടെ നാടൻ ശൈലിയല്ലടോ. വരട്ടെ വരട്ടടോ, എത്ര പത്രക്കാർ വന്നാലും കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് പാറ്റൻ ടാങ്ക് പോലെ നിൽക്കും ഈ പി ശശി. അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പുതിയ മുദ്രാവാക്യം. പറഞ്ഞുകൂടെ? നിന്റെ കുപ്പി. ഞാൻ മന്ത്രിയായപ്പോൾ ആദ്യം അന്വേഷിച്ചത് തന്റെ തൊപ്പിയാ. അത് കുറെ കാലമായിട്ട് എന്റെ മേശപ്പുറത്ത് പേപ്പർ വെയിറ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി കുറെ കാലം അത് അവിടെ ഇരിക്കുകയും ചെയ്യും. എന്താണോ തന്റെ നെറ്റിയിലൊരു തിലകക്കുറി? അത് പാർട്ടി ചിഹ്നം പോലെ ഉണ്ടല്ലോ. അവരെയൊക്കെ ഞാൻ വിട്ടതാ. എനിക്ക് ഉറപ്പായിരുന്നു. 17 പ്രാവശ്യമായി ഞാൻ ആശാനെ കാണാൻ മന്ത്രിമന്ദിരത്തിലും വീട്ടിലും കയറി ഇറങ്ങുന്നു. എനിക്ക് തൊപ്പിയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. വിപ്ലവ സ്വാമി കനിയണം. ആക്ടിംഗ് कर रहा है. ഹൈ റേഞ്ചിൽ എനിക്ക് ശത്രുക്കൾ കൂടി വരിക. കഴിഞ്ഞ ദിവസം അനങ്ങാപ്പാറ SIയെ ഒരുത്തനെടുത്ത് ഡാമിലേക്ക് എറിഞ്ഞു. ഡാമിലെ ചെമ്പല്ലികൾക്കും വാളകൾക്കും തിന്നാൻ ഞാനായിട്ട് എന്തെങ്കിലും ഇട്ടുകൊടുക്കുന്നതല്ലാതെ വേറൊരാളും ഒരു കല്ല് പോലും എടുത്തെറിയുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് അവിടെ എനിക്കൊരു അടിമയെ വേണം. മരത്തിന്റെ അഹങ്കാരം. അവസാനം ഞാൻ മുറിയുടെ വാതിലടച്ച് കുറ്റിയിട്ടു. ഒന്നും മനസ്സിലാവാതെ ഒരു പൂച്ചയെ പോലെ ഇരിക്കുന്ന നമ്മുടെ ആഭ്യന്തരമന്ത്രി പി ഞാൻ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് മേശപ്പുറത്തോട്ട് വെച്ചു. എന്നിട്ട് ഒറ്റ ഡയലോഗ്. അല്ല, സസ്പെൻഷൻ ഇല്ലാത്ത സമയത്ത് സാറിന്റെ തോക്ക് പിടിച്ചു മേടിച്ചു വെച്ചല്ലേ? അതെ. പിന്നെ ഇതേ തോക്ക് കഥ കേൾക്കണ റാസ്കൽ. സാർ എന്നെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുത്തേരെ. ഞാൻ പറഞ്ഞതാ സാറേ, അവൻ മറന്നു പോയതായിരിക്കും. അപ്പൊ നമ്മളവിടെ പറഞ്ഞു നിർത്തിയത് വെടി അല്ല, തോക്ക്. തോക്ക്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ആശാൻ ഒന്ന് തീരുമാനിക്കാം. ഒന്നുകിൽ എന്റെ തൊപ്പിയുമായി ഞാൻ ഈ വാതിൽ കടന്നു, ഇല്ലെങ്കിൽ എന്റെ ഈ ഉണ്ട ആശാന്റെ നെഞ്ച് കടന്നു പോകും. ഇതിലേത് വേണമെന്ന് ആശാന് തീരുമാനിക്കാം. എല്ലാവരും ഒന്ന് പേടിച്ചു. എങ്ങും നിശബ്ദത, ഭയപ്പെടുത്തുന്ന നിശബ്ദത. സാറേ, ये तो वही है. अजय फ्लैशबैक के बता रहे साथ साथ आदू का. കുഴിച്ചായിരുന്നോ? എന്താടാ? എന്നാണ് സാർ കറുത്തു പോയല്ലോ. സാറേ, ഞാനൊന്ന് ഒപ്പിടാൻ വേണ്ടി വന്നതാ. കാലത്തെ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒപ്പിടാൻ നിന്നെ എന്താടാ പോലീസിലെടുത്തോ? അതല്ല സാറേ, മുന്നേ പ്രദീപ് കുമാർ സാറിന് പുള്ളിനെ ഞാൻ എടുത്തുനിന്ന് ഡാമിലേക്ക് ഇട്ടായിരുന്നു. അയ്യോ പോയി. അങ്ങനെയാ കേസ് വന്നേക്കുന്നത്. ഒപ്പിടാ. क्या कर रहा है ऐसे? उसके हाथ के कांप रहे. ഇതെന്നതാടാ, മലയോ? നിന്റെ വടംവലി അലമ്പും ഒക്കെ ഇപ്പോഴും ഉണ്ടോടാ? വടംവലി പിന്നെ നമ്മുടെ ജീവവായു അല്ലേ സാറേ. അലമ്പൊന്നും ഇല്ലെന്ന്. ശരിക്കും മറ്റേ സാറിന് ഞാൻ ഒന്നും ചെയ്തതല്ല. പുള്ളി കാല് തെറ്റിയൊക്കെ വെള്ളത്തിൽ പോയതാന്ന്. അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം.
ഇല്ലെങ്കിൽ നിന്റെ നട്ടലൂരി ഞാൻ ലാത്തി ഉണ്ടാക്കും. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടാ. എല്ലാ ആഴ്ച ഇവിടെ ഒന്ന് ഒപ്പിട്ടോണം. ജില്ല വിട്ടു പോകാൻ പാടില്ല. എന്നാ പിന്നെ ഒരു 6 മാസമെങ്കിലും ഒപ്പ് ഇപ്പൊ തന്നെ കിട്ടേക്കാം. അതല്ല നല്ല കാര്യല്ലേ സാറേ? അങ്ങനെയൊന്നും പറ്റൂല പാപ്പ. പറ്റൂലല്ലേ? ഏ? ശരി പോടാ, പോടാ. കുമാരനോ? എന്തോ? അവന് ഇച്ചിരി ബഹുമാനക്കുറവുണ്ട്. അവനെ എത്രയും വേഗം അകത്താക്കി മര്യാദ പഠിപ്പിക്കും. ശരി സാർ. ഓ ഇങ്ങനെ നടന്നു ചവിട്ടിക്കാൻ സമയമായ. അല്ലാതിരി ഷായിപ്പാപ്പോ ആ ഇന്ന് ചന്ദനം കടത്തൊന്നുമില്ലേ? എന്നാ ചന്ദനം നിന്റെ അപ്പനെ കത്തിക്കാനാണോടാ പരാമാറി? ചുമ്മാ ഇരിക്കാനുള്ള മൂടും പോയി. ഓ കൊനെ ആ നീയായിരുന്നു ഞാൻ തള്ള എന്നാ വിചാരിച്ചേ. ആ എന്നാടി ആ പ്ലാവിന്റെ ചപ്പൊന്ന് കെട്ടി Just ban. ഇവിടെ ഇങ്ങനെ വായി നോക്കി ഇരുന്നാ മതിയല്ലോ. എണീറ്റ് വന്നേ. പാവം അന്ന് അതിനെ കൊന്നു നിന്നാ മതിയായിരുന്നു. അങ്ങനെ പ്യാരി പിങ്കി നിന്റെ പിള്ളേർക്ക് ഇത് എന്നാ ആക്കണമെന്ന് വഴി അറക്കാൻ കൊടുക്കട്ടെ എല്ലാത്തിനെയും. ഇതുങ്ങളായി വീട്ടിലാകെ വരുമാനമുള്ള ആൾക്കാരും ഇനി അതിനെ കൊല്ലണ്ട. അത് നേരാ. എടി ആ പാല് വിറ്റേന്റെ കുഞ്ഞു മുട്ടിനാട് വിറ്റേന്റെ കാശും ചെടി. ആ അതിന്ന് ഒരു ചില്ലിക്കാശ് ഞാൻ തരികയില്ല. അത് ഞാൻ ഹോണ്ട ആക്ടിവ മേടിക്കാൻ കുടുക്കയിലിട്ട് ഓ വെച്ചേക്കും. അല്ലെങ്കിൽ എനിക്ക് വേണ്ട. എന്നായിരുന്നു പാപ്പിന്റെ പണ്ടത്തെ ഡയലോഗ്? താരാടി റേച്ചൽ മോളെ, നിന്റെ അപ്പൻ അതായത് എന്റെ ചേട്ടൻ തോമസ് പാപ്പൻ നിന്നെ അമ്മച്ചീനെ ഇട്ടേച്ചു പോയിന്ന് വെച്ചിട്ട് നീ വിഷമിക്കണ്ട കേട്ടോ. നിനക്ക് ഈ ഷാജി പാപ്പനില്ലേടി? പിന്നെ എന്റെ അമ്മച്ചി പോയപ്പോഴും പറഞ്ഞു ഞാനില്ലേടിന്ന്. എന്നിട്ട് ഇത്ര വലിയ ഡയലോഗ് ഓടിച്ചിട്ട് എനിക്കൊരു ചുരിദാറെങ്കിലും മേടിച്ചു തന്നായിരുന്നോ? എടി കാശ് വേണ്ടടി. കാശ് ഇപ്പൊ അമ്മച്ചീനെ നോക്കാനും ഈ പിങ്കിക്കുട്ടികളെ നോക്കാനും നടുവിനെ ചൂട് പിടിക്കാനും ഞാൻ വേണം. ഇങ്ങനെ ആർക്കും ഒരു ഉപകാരം ഇല്ലാതെ നടക്കുന്ന ഒരു പാപ്പൻ. അരിഞ്ഞു കളയും കേട്ടോ ഞാൻ. എടി നീ നോക്കിക്കോ നിന്റെയൊക്കെ പുച്ഛത്തിന് ഞാൻ ഒരു മലങ്കോള് പിടിക്കുന്നുണ്ട്. മലങ്കോള് ഇവറ്റകൾക്ക് പുച്ചു കാണിച്ചു തരാടി. കുറെ കേട്ടതാ. എന്നാടാ ഒരു കോളുണ്ട്. കോളോ കർത്താവ് Quantity million good. കോള് കൊണ്ട് വന്നേക്കും. എന്നാ പറയണ മക്കളെ? ഇറങ്ങടാ. വാ, കേറുവാ. സഹർത്തെ പന്നി पढ़ना तो आता नहीं उनको. അതാരാ? ഇങ്ങതാ സുഹൃത്തേ, കേന്ദ്രത്തിൽ പന്നിമറ്റത്ത് വർക്കിപ്പാപ്പൻ മകൻ ഷാജി പാപ്പനും. ഇതെന്നാടി ഇത് ബൈബിളോ? ശരിക്കും അങ്ങ് വായിക്കാണ്. ക്ലബിന് സ്ഥലം അനുവദിച്ചിരിക്കുന്നത് പഞ്ചായത്തായതിനാൽ വിന്നേഴ്സ് ക്ലബ് എപ്പോഴെങ്കിലും നിർജീവമാവുകയോ കെട്ടിടം പുനരുദ്ധാരണം നടത്താതിരിക്കുകയോ ചെയ്താൽ പഞ്ചായത്തിന് സ്ഥലം തിരികെ വാങ്ങാനും കെട്ടിടം പൊളിച്ചു കളയാനുമുള്ള അധികാരമുള്ളതിനാലും നിലവിൽ ക്ലബിന്റെ അവസ്ഥ ശോചനീയമായതിനാലും ക്ലബ് പുതുക്കി പണിയുന്നതിനും നവീകരിക്കുന്നതിനുമുള്ള പരമാവധി സമയം 1 മാസമാണെന്ന് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നു. 1 മാസത്തിനകം പുനരുദ്ധാരണ നടപടികൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ പഞ്ചായത്ത് ക്ലബ്ബ് തുടങ്ങാൻ അനുവദിച്ച സ്ഥലം തിരികെ വാങ്ങുന്നതാണ് എന്ന് പ്രസിഡന്റ് ഉതുപ്പ് കപ്പക്കാല. ഇതാണോടാ മലങ്കോള്? ഇത് ജപ്തിയാണോ? ജപ്തി ജപ്തിയാണോ? അപ്പൊ ചെണ്ടോട്ടൊക്കെ ഉണ്ടാവൂല. ഇനി എന്നാ ചെയ്യും കർത്താവേ? ഷാജിയേട്ടാ അങ്ങോട്ട് രാവിലെ ക്ലബ്ബ് ഒന്ന് നോക്കിയായിരുന്നു. ഇതാണോ പൊട്ടിക്കാതെ പാപ്പൻ എന്നെ കൊടുക്കാൻ പറഞ്ഞേ? അമ്മച്ചേ ചായ വിളിക്കാതെ തള്ള ഏൽപ്പിക്കാൻ വരും. चाय चाहिए. ചായന്റെ തള്ളെടുത്ത് പോയി പറയടാ. ഗതിയില്ലാത്തവന്മാരെല്ലാരും കൂടെ കാലത്തന്നെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടല്ലോ. എന്നതാടാ എന്തോ വലിയ കോളുണ്ടെന്ന് വിളിച്ചു കൂണത് കേട്ടത്? അത് ഞങ്ങളുടെ ക്ലബിന്റെ പ്രവർത്തനം മാനിച്ചിട്ട് പഞ്ചായത്ത് ഞങ്ങൾക്ക് ഒരു അവാർഡ് തരാൻ വേണ്ടി कौन है ये? कार्टून. ओ के जवान बन गए तो. ഇതിൽ കൂടുതലിട്ടോട്ടാ ചുണ്ടൊന്ന് ചുമന്നോട്ടെ. കൊച്ചു കള്ളൻ. സംഗതി ദൈവം തന്നെയാ. അപ്പനും അമ്മയും മടത്തി കൊണ്ടുവന്നാക്കിയിട്ട് അവിടെ നിന്ന് വഴക്കുണ്ടാക്കി ഒരു കന്യാസ്ത്രീയുടെ താടിക്കിട്ട് തട്ടിയിട്ട് ഇപ്പൊ തിരിച്ച് വീട്ടിൽ വന്നിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ നിന്നല്ല ഒരു നാട്ടിൽ നിന്നും കൊള്ളാവുന്ന ഒരു കല്യാണം വരെ ഞാൻ സമ്മതിക്കില്ല. അല്ല വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല പിന്നെ പരമാർത്ഥം. ആ പിന്നെ ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം നേരെ അങ്ങ് പറയാൻ പോവാ. എന്റെ 2 പെങ്കൊച്ചുങ്ങളെയും ഞാൻ നല്ല നിലയ്ക്ക് കെട്ടിച്ചു വിട്ടു. പോരാത്തതിന് 10-60 ഏക്കർ സ്ഥലവും കുറെ കടമുറികളും എന്റെ പേരിലുണ്ട്. പിന്നെ രാഷ്ട്രീയത്തിലാണെങ്കിൽ എന്നാ പിടിയാ അല്ല അന്നണി. ആ ബാധ്യതകളൊന്നുമില്ല. അപ്പോഴേ ഒന്ന് ചോദിച്ചോട്ടെ, എവളെ എനിക്ക് കെട്ടിച്ചു തരാമോ? അങ്ങോട്ട് കെട്ടിച്ച് കൊടുക്കണതല്ലേ നല്ലത്. പ്രത്യേകിച്ച് മാർക്കോസേറിന് വയ്യാത്ത അവസ്ഥയില് കെട്ട് കഴിഞ്ഞാ പിന്നെ ഞാനില്ലയോ എല്ലാത്തിനും. ഇനി എന്താ ആലോചിക്കാതിരിക്കുന്നു എന്റെ ചേട്ടത്തിയായി. പോരാത്തതിന് ഉതുപ്പച്ചായം കല്യാണം കഴിക്കാത്തതിന്റെ പേരില് അയൽവക്കത്തുകാർക്കാ പരാതി. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക്. സ്നേഹം കൊണ്ടാ. ചായ കുടിച്ചില്ല? അയ്യോ ഷുഗർ.
എന്നാ കുറച്ച് മിച്ചറെങ്കിലും. അയ്യോ പ്രഷർ പ്രഷർ. ഇത് കൂടെ ഇനി എന്താ വേണ്ടേ? അങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കുന്നേ. ആ പിള്ളേര് പോയി മജാക്കി ജീവിക്കട്ടെ, അല്ല മോളെ? അകത്തിപ്പോ എല്ലാരും കഴിക്കുമായിരിക്കും ഇല്ലയോ? അതിനിടയ്ക്ക് അവന്റെ തീറ്റക്കാര് ഫുഡ് തലയില് വിഗ്ഗാശാചേട്ടാ വാദമുള്ള കാര്യം അറിയില്ല. മേടിച്ചിട്ട് വരണ പോലെ ഉണ്ടല്ലോടാ. സൂക്ഷിച്ചിറങ്ങോ. ആളെന്തെങ്കിലും ഹെൽത്തി ആണെന്ന് തോന്നുന്നു. ഗാന്ധിജിയുടെ ഒപ്പം പഠിച്ച ആളാന്നാ കേട്ടിരിക്കുന്നത്. മച്ചേ നമസ്കാരം. നമ്മളെ ശൗചാലയത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ആ എല്ലാ പേങ്ങന്മാരും ഉണ്ടല്ലോ. എന്നാ ഉണ്ടോ ഷാജി? ഞാനൊന്ന് കാണാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. എന്നതാടാ വിഷയം? ഒന്നുമില്ല, ക്ലബിന്റെ. ഓ അത് നീ അങ്ങ് വിട്ടുകളാ. അതൊന്നും നടക്കാൻ പോകുന്നില്ല. പിന്നെ നീ ഒതുക്കത്തിന് ആ കൊച്ചിനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു സമ്മതിപ്പിക്കണം. നിങ്ങൾ അയൽക്കാരല്ലയോ? കെട്ട് കഴിഞ്ഞാ പിന്നെ നമ്മളും അയൽക്കാരല്ലയോ? നമുക്ക് അടിച്ചു പൊളിക്കണം. അങ്ങനെ വന്നാ നിന്റെ ക്ലബിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ശരിയാക്കി തരും. വണ്ടി ഇടാ. അങ്ങനെയാണെങ്കിൽ പാപ്പനെ അങ്ങോട്ട് ശരിയാക്കി കൊടുക്കാൻ പാടില്ലേ? നമുക്ക് സ്റ്റെല്ല ചേച്ചിനെ പാപ്പനെ കൊണ്ട് കെട്ടിക്കാം. അവൻ ഒന്ന് കെട്ടിയതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അല്ലേലും ഈ വേലയും കൂലി ഇല്ലാത്തവന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ലേടി കല്യാണവും കുടുംബജീവിതവും. क्या करेगा अभी? ഷാജിയേട്ടാ कितने सारे दोस्त बना रखे उसने. പൂവും പാടി ബാക്കിയുള്ള കാലം ഞങ്ങളും കൂടി നടക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഒരു സൈക്കിളിൽ കയറി അത് വന്നത്. കറക്റ്റ് മമ്മൂട്ടി. എന്താണത്? അടുത്ത ജപ്തി വല്ലോണോ? ഇനി എന്തെടുത്ത് ജപ്തി? फिर से आ गया उसको नोटिस. മഹേന്ദ്ര ബാബുലി. कुछ भी. മഹേന്ദ്ര ബാബുലി. പാപ്പനത് കിട്ടുമോ? ഇന്റർനാഷണൽ ടൂർണമെന്റാ, അഖിലേന്ത്യാ തലം. ഞങ്ങളുടെ ടീമിനെ മാത്രം അവർ സ്പെഷ്യലായിട്ട് കത്ത് നിന്ന് ക്ഷണിച്ചേക്കും. अच्छा टूर्नामेंट है. രജിസ്ട്രേഷൻ ഫീസ് തന്നെ 50,000 രൂപയാ. ओ പിന്നെ പരിശീലനവും ഭക്ഷണവും വസ്ത്രവും എല്ലാം കൂടി കുറച്ച് കാശ് വരും. പക്ഷെ ജയിച്ചാലുണ്ടല്ലോ 1/2 കിലോന്റെ സ്വർണ്ണ കപ്പ. 1/2 കിലോന്റെ സ്വർണ്ണക്കപ്പ. അപ്പൊ അതെത്ര പാവം വരൂടാ? ഒരു 50,000 വരും. അത് കൊള്ളാലോടാ. പിന്നല്ലാണ്ട് ഞങ്ങളെല്ലാം കൂടി ആഞ്ഞൊരു വരി വലിച്ച് ഞാൻ കപ്പ ഇങ്ങ് പോരത്തില്ലയോ? പിന്നെ അമ്മച്ചി ആരാ? രാജകുമാരിയല്ലയോ? രാജകുമാരി. പക്ഷെ അമ്മച്ചി കൊറേ കാശൊന്ന് സഹായിക്കണം കേട്ടോ. എന്നതാ? അല്ല, കർത്താവിന്റെ അനുഗ്രഹം കൊണ്ട് എന്റെ കാശൊന്നും ഇല്ലല്ലോ. അപ്പൊ അമ്മച്ചി അവസാനമായിട്ട് എന്നെ ഒന്ന് സഹായിക്കണം. എങ്ങനെ? देखो बना रहे നമ്മുടെ लगी रहा मेरे को. ആധാരം പണയം. करके डॉक्यूमेंट मांग रहा है. ഇതെന്താണ് കാർക്കൃഷി നാടകം? वाओ की लोकेशन है ना. എടാ അമ്മച്ചി കൊറേ അവതാ പറഞ്ഞെങ്കിൽ അവസാനം ഉത്തരാ പോയി. അമ്മച്ചി തന്നോ? അമ്മച്ചി തന്നതായി നെറ്റി കാണുന്നത്. ഓ അതൊന്നും തന്നില്ലടാ. ആധാരം പതുക്കെ ഞാനങ്ങ് അടിച്ചു മാറ്റിയായിരുന്നു. പകരം ഒരു കളർ ഫോട്ടോ കോപ്പി ഞാനങ്ങ് വെച്ചു. എടാ 1/2 ഏക്കർ സ്ഥലമേ ഉള്ളു കേട്ടോ. അത് പോയല്ല അങ്ങ് പോവും. നമ്മൾ ജയിക്കും ഷാജിയേട്ടാ. ക്ലബ്ബ് നമ്മൾ തിരിച്ചു പിടിക്കുകയും ചെയ്യും. പടച്ചോനെ ഈ കള്ളക്കടത്താനെ കാത്തുരക്ഷിക്കണേ. ഇന്നും 5-6 പേര് കാണാൻ വന്നിട്ടുണ്ട്. അല്ലാ എവിടെ? इसके पास गिरवी रख रहा है. സംഗതിയൊക്കെ ഓക്കെ ഒറിജിനലൊക്കെ തന്നെയാണ്. കാശ് ഒരു 2 ലക്ഷം ഉറുപ്പിക നമ്മള് തരും. പിന്നെ ഒരു കാര്യം, 2 लाख. നമ്മളെ പലിശ ഇത്തിരി കട്ടിയാ. പിന്നല്ല, മാസം കഴിയുമ്പോ 2,30,000 ഉറുപ്പിക നമ്മളെ മുറിയിലെത്തണം. അല്ലെങ്കിൽ നമ്മൾ ഒരു കെട്ടോള് നിങ്ങളെ കുടിയിലുണ്ടാവും. അയ്യോ അതിന് പിന്നെ ആയിക്കോട്ടെ. പക്ഷെ സൗകര്യങ്ങളെ കുറച്ച് अभी तो बोल नो प्रॉब्लम. बाद में लौटाने की बारी है. 2 പായും തലേണേറ്റ് അതും ഉണ്ടാവും. അയ്യോ എന്തേ? വേണ്ട. അതുകൊണ്ട് കരുണ അവധി ഈ 2 സംഗതി അബ്ദുള്ളനോട് പ്രതീക്ഷിക്കേണ്ട. പ്രതീക്ഷിക്കുന്നില്ലല്ലോ, അതല്ലയോ ഇവിടെ തന്നെ വന്നത് ഞാൻ. പാപ്പ ആധാരം വേണം പോട്ടെ, വടംവലിയിൽ നമുക്ക് പ്രധാനം. ഇവിടെ തവള നിന്നെ എന്നാൽ ഐശ്വര്യമായിട്ട് കാശ് പിടിച്ചോളി. നീ മേടിക്കാൻ പാടില്ല. ले लिया उसने पैसे.
ഭർത്താവെ കൃത്യസമയത്ത് തന്നെ തിരിച്ചടയ്ക്കാൻ പറ്റണേ. പഠിച്ചോലെ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാൻ ഞാൻ മതിയായിരുന്നു. എന്നതാ അല്ല അത് നമ്മളിവിടെ പലിശക്കാരൊരു പ്രാർത്ഥന. ഇഞ്ചിക്കുന്നതിനും പ്രാർത്ഥനയൊക്കെ ഉണ്ടോ? എന്നാ ശരിയാണ്, നടക്കട്ടെ. ഓ ആ ഇതാര് ലീലാമേ? ആ ഇത് ഞാൻ ശരിയാക്കി തരാം. ഭർത്താവ് ഇപ്പോഴും ദുബായിലുണ്ട്. അത് ശരി. ഇയാളൊക്കെ എന്നാത്തിന് ഇങ്ങോട്ട് വരുന്നു? ആ വിളിച്ചോ വിളിച്ചോ, ആഞ്ഞ് വിളിച്ചോ. നിന്റെയൊക്കെ തൊണ്ട പൊട്ടുന്നല്ലാതെ ഈ ഉതുപ്പച്ചൻ രാജിവെക്കല. സിന്ദാബാദ് സിന്ദാബാദ്. ഇതാര്? എടാ ഓവേ, ക്ലബിന്റെ കാര്യമാണെങ്കിൽ നടക്കല കേട്ടോ. ഇനി 2 ആഴ്ചയോടെ സമയമുള്ളൂ. എടാ വണ്ടി നടക്കടാ. കുഴപ്പമില്ല, ഞാൻ സേഫാ. ക്ലബിന്റെ കാര്യമല്ലേ നീ? പിന്നെ കല്യാണത്തിന് ഇഷ്ടല്ലേ? നീ അവളോട് സംസാരിച്ചായിരുന്നോ? ഷാജിയേട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് അവളെ കൊണ്ട് സമ്മതിപ്പിച്ചത്. പക്ഷേ ഇതൊക്കെ രണ്ടെണ്ണം അടിക്കാണ്ടെങ്കിലേ സംസാരിക്കുക. അടിച്ചോ? 2 അടിക്കണ്ട, 4 തന്നെ അടിച്ചേക്കാം. എനിക്കിത് സന്തോഷം കൊണ്ട് ഇരിക്കാനും നിൽക്കാനും വയ്യ എന്റെ പാപ്പാനെ. അതുകൊണ്ട് കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ ഷോപ്പിലേക്ക് ഇരിക്കാം. വെറുതെ ഒന്നും ഒഴിക്കട്ടെ. മതി മതി മതി. 6 എണ്ണമാണ് എന്റെ ഒരു ലിമിറ്റ്. അതുപോലെ എനിക്ക് കൺട്രോൾ ഇല്ല, വെള്ളം അടിക്കുന്നവരെ ഇഷ്ടമല്ല. നീ കാര്യം പറ. ഇച്ചിരി വിഷമത്തോടെയാണെങ്കിലും ആ കൊച്ചു സമ്മതിച്ചെന്ന് പറയായിരുന്നു. അവക്കല്ലേ എത്ര വിഷമം? അല്ലത് അവള് പറയുവാ. അല്ല വേണ്ട, പറയടാ പോവേ. എടാ നീ പറ. എല്ലാ കാര്യത്തിനും ഉതുപ്പിക്കാന്റെ കൂടെ ആ ആന്റണി ഉണ്ടാവുമല്ലോ. വണ്ടി ഓടിക്കാനും ആന്റണി വേണം. അപ്പോ ഉതുപ്പിക്കാന് ഒന്നിനും പറ്റാത്ത കൊണ്ടാണ് പരസഹായത്തിന് കൂടെ കൊണ്ട് നടക്കണെന്നാണ് ജനസംസാരം. ഇവരൊക്കെ പുതിയ പിള്ളേരല്ലേ, അവർക്കൊരു 100-110 വണ്ടി ഓടിക്കുന്നവന്മാരെയാണ് കൂടുതൽ താല്പര്യം. അത് മാത്രല്ല, കല്യാണം കഴിഞ്ഞ് ഹണിമൂണിനൊക്കെ പോകാൻ നേരത്ത് ഈ ആന്റണി പുറത്തിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ആ കൊച്ചിന് സംശയം ഉണ്ടാവൂലേ? അത് നേരാ. ചില ഡ്രൈവർമാരെ നമ്പാൻ പറ്റുകയില്ല. നീ എന്റെ കാര്യം തന്നെ കണ്ടില്ലയോ? വണ്ടി ഓടിക്കാൻ വന്നത് വേണ്ടിയാ. എന്റെ ഭാര്യനെ കൊണ്ടാ പോയെ. എന്നതിനാ ഇട്ടിരുന്ന അണ്ടർവെയർ കൊണ്ടുപോയി. അത് പിന്നെ പാപ്പൻ എഞ്ചിൻ കംപ്ലൈന്റ് ആണെന്ന് വിചാരിക്കാം. ഇത് പാപ്പനെ പോലെയാണോ? പാപ്പനെക്കാട്ടും ഓൾഡ് അല്ലേ? ശരിയാ. ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് കേട്ടിട്ടുണ്ടോ? ഓൾഡ് ഗോൾഡ് എന്ന് കേട്ടോ. ഇപ്പൊ കാണിച്ചുതരാം. യുവമാരെ മുന്നേ ഒന്ന് ഷൈൻ ചെയ്യട്ടെ. വേറെ കാര്യം ചുമ്മാ ഓരോന്ന് പേടിപ്പിക്കാനായിട്ട്. എന്നെ കൊണ്ടാണ്ട് ഒറ്റയ്ക്ക് പോയി വീശിയല്ലേ? എന്തോ നീ എന്നതാണോ പറഞ്ഞ? Gianni che me la sta chiccando. നീ വേണേ മൊബൈൽ ഓൺ ആയിക്കോ, എന്നിട്ട് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ട് പറ അവളുടെ അച്ചായം വലിയ മറ്റേതാണെന്ന്. മറ്റേതാ? ആ എടാ ഈ പിള്ളേരൊക്കെ പറയത്തില്ലോ. उसको पिलाई भी ना उन्होंने, ताकि वो ड्रिंक करे. कहाँ जाएगा उसको लेके? ओह ब्रेक नहीं लग रहा उसका. അനങ്ങാപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഉതുപ്പ് തെക്കേപ്പറമ്പിൽ അറസ്റ്റിൽ. अच्छा उसको अरेस्ट कर दिया. മദ്യലഹരിയിൽ ജീപ്പ് ഓടിച്ചു കയറ്റിയാണ് ആളുകൾ ഓടിമാറിയതോടെ വൻ വിപത്താണ് ഒഴിവായത്. എന്റെ കർത്താവേ, Arrest कर लिया उसे. എന്നാൽ ഈ ऐसे तो चाहते थे वो. കഴപ്പ്